അങ്ങാടി തോറ്റിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെ ആയല്ലോ കാര്യങ്ങള്. ഇതെല്ലാം നശിപ്പിച്ചാലേ നഷ്ടം നിനക്ക് തന്നെയാ. പകരം വാങ്ങാൻ നയാ പൈസ പോലും ഇല്ലെന്ന കാര്യം ഓർമ്മ വേണം. ഇനി എന്താ അമ്മ ഞാൻ ചെയ്യണ്ടേ? ഞാൻ ചലിച്ച അപ്പ നീതി അറിയും. എന്റെ ഓരോ നീക്കങ്ങൾക്ക് ബുദ്ധിപൂർവ്വം തടയിടുക ആള്. അവക്ക് ബുദ്ധി അല്പം കൂടുതലാ. നിന്റെ കയ്യിലാണെങ്കിൽ അത് തീരെ ഇല്ലതാനും. എന്നാലും ഇതും ആ നിധി പൊളിച്ചെടുക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇന്ന് അവൾ എന്റെ മൂത്തുക്കി പറഞ്ഞ എന്താണെന്നറിയോ? പ്രണവിന്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് വരാൻ പോകുന്നു. അതവള് വെറുതെ പറഞ്ഞതായിരിക്കില്ല. അതുകൊണ്ടാണല്ലോ നിന്നെയും പ്രണവിനെയും തമ്മിൽ കാണാൻ പോലും അവൾ അനുവദിക്കാത്തത്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടാക്കിയാലോ എന്ന പേടിയായിരിക്കും അവക്ക്. എത്ര നാൾ അവൾക്ക് പ്രണവിനെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും? ഞാൻ ജീവിച്ചിരിക്കുമ്പോ പ്രണവിനെ കൊണ്ട് വേറെ കെട്ടിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എങ്കിലും അതൊന്ന് കാണണമല്ലോ. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. സമ്മതിക്കൂല ഞാൻ. നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാനാ പ്രണവിനെ കെട്ടിക്കാൻ നോക്കുന്നേന്ന്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു നീക്കം ഈശ്വരമംഗലത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രണവിന്റെ മൗനസമ്മതം കാണുമല്ലോ. അവൻ അങ്ങനെയൊക്കെ സമ്മതിക്കോ? എനിക്കൊന്ന് അറിയണമല്ലോ. നീ ഇതെന്ത് ചെയ്യാൻ പോവാ? ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. വേറെ കെട്ടാൻ പോകുന്നതെന്ന് ചോദിക്കണം. നോക്കുമോളെ, പ്രണവ് വിവാഹത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ഭീഷണിയൊന്നും ഏൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, കരഞ്ഞു കാല് പിടിക്കുക. അവന്റെ മനസ്സിന്റെ കോണിലെങ്കിലും നിനക്കൊരു ഇടം ഉണ്ടെങ്കിൽ ആ ഇടം ഒന്ന് വളർത്തി വലുതാക്കി എടുക്ക്. അതിന് പറ്റുമോ നിനക്ക്? അമ്മ ഇങ്ങനെ തന്ത്രങ്ങൾ മാറ്റി മാറ്റി പറയല്ലേ. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കും. അവന് വേറെ പെണ്ണ് നോക്കി തുടങ്ങിയെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. അതുകൊണ്ടാ അവനോട് നൈതി സംസാരിക്കാൻ പറഞ്ഞത്. വീണ്ടും ഭീഷണിപ്പെടുത്താൻ നിന്ന 1% ഇഷ്ടം നിന്നോടുണ്ടെങ്കിൽ അതോടെ പോയി കിട്ടുകയുള്ളൂ. അമ്മ ഫോണിങ് എടുത്ത് ഞാൻ വിളിച്ചു നോക്കട്ടെ. മോളെ വേണോ? അമ്പലത്തിൽ വെച്ച് എന്നെ കിട്ടാത്തതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. എടുക്കണ്ട. ഫോൺ കട്ടായി കളഞ്ഞല്ലോ അമ്മേ. മോൾ ഒന്നുകൂടി വിളിച്ചേ. കട്ടാക്കി. എനിക്കൊന്ന് കാണണം. ഇത് വലിയ ശല്യമായല്ലോ. എന്നെ വിളിക്കരുന്ന് പറഞ്ഞിട്ടുള്ളല്ലേ നിന്റെ അടുത്ത്? പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂലേ? എന്തിനാ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നേ? ദേഷ്യപ്പെടല്ലേ പ്രണവേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒന്ന് മനസ്സിലാക്ക്. സമ്മതിക്കുന്നു, ഞാൻ ചെയ്തതൊക്കെ തെറ്റാ. പ്രണവ് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോ എനിക്കത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്നെന്ന് അറിയോ? ഒരു മനുഷ്യനോട് കാണിക്കാവുന്നതിന്റെ അങ്ങേയറ്റം കാണിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പൊ വിഷമത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് അഭിനയിക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ, ചെയ്തു പോയ തെറ്റുകളൊക്കെ ഞാൻ അംഗീകരിക്കാം. എന്നോട് ഒന്ന് ക്ഷമിക്കും. ഐ എം വെരി സോറി, റിയലി സോറി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ പൊറുക്കാനാവാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തു. അതൊക്കെ ഒന്ന് മറന്നു കളയാം നമുക്ക്. ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ എവിടെയെങ്കിലും ജീവിക്കാം. പ്രണവ് പറയുന്നതനുസരിച്ച് ഒരു അടിമ പോലെ ഞാൻ ജീവിച്ചോളാം. പ്ലീസ് പ്രണവേ. നിർത്തണി. നാണമില്ലേടി നിനക്ക് വീണ്ടും എന്നോട് ജീവിക്കണമെന്ന് പറയാൻ? പ്ലീസ് എന്നൊന്നും മനസ്സിലാക്ക്. പ്രണവിനെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് ഭർത്താവിന്റെ സ്ഥാനത്ത് കാണാൻ പോലും പറ്റില്ല. എനിക്ക് പ്രണവിന്റെ ഭാര്യയായിട്ട് ജീവിച്ചാൽ മതി. പ്രണവിന്റെ മക്കളുടെ അമ്മയായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. എന്റെ ഭാര്യയായിട്ട് ജീവിക്കണമല്ലേ നിനക്ക്? എന്റെ മക്കളുടെ അമ്മയാവണം. കൊള്ളാം, നല്ല ആഗ്രഹമാ. എന്റെ കുഞ്ഞുങ്ങൾ നിന്നെ പോലൊരു ഫ്രോഡിന്റെ വയറ്റിൽ ജനിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ആവത്തില്ല. മേലാന്റെ ഫോണിലേക്ക് വിളിച്ചു പോരുത്. അയ്യോ പ്രണവ് വയ്ക്കില്ലേ. ഹലോ, എന്താ കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്തൊന്നും പറഞ്ഞ് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. വിളിക്കേ, ഇനിയും വിളിക്കേ. ഇന്ന് ഇതിലൊരു തീരുമാനം എടുത്തേ പറ്റൂ. വേണ്ട വേണ്ടെന്ന് വെച്ചാൽ അവള് സമ്മതിക്കൂല. ഇനി എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അത്രയ്ക്കായോ?
ഞാൻ പറയുന്നൊക്കെ കേട്ടിട്ട് പോയാ മതി അവൻ. അമ്മ അവനെ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തെന്നോ? ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. നാളെ എന്റെ വിശ്വരൂപം ഈശ്വരമംഗലത്തുകാർ കാണും. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ ചെയ്യാൻ പോകുന്നത് അമ്മയോട് പറഞ്ഞുതരാം. നാളെ ഈശ്വരമംഗലത്തുകാരൊന്നും നടങ്ങും. നോക്കിക്കോ.